The Assembly for the first time in the history of Kerala that will be representing the NDA and representing the people of Kerala. So there was a time in the parliament. This has been a very strong showing for we contested as BJP in 98 seats, as NDA in 140 seats. When the numbers come out tonight or tomorrow, you will see that the BJP has gained significantly in terms of vote share. And more importantly, we will play the role of a constructive opposition that the state had not had for the last 10 years. We will be fighting for the people of Kerala. We may be only 2 MLAs, but we will fight tooth and nail for the rights and for a better future for all people of Kerala. So in the history of India, there was a time when the BJP had only 2 seats even in the parliament. And from there, you're now ruling the country, you've been ruling the country. Is that the way that Kerala is going to go? No, look, this is not for us to decide. We are not arrogant. We are not an arrogant party. The Congress party and the CPM, throughout these elections, both parties kept saying that they will lock Kerala and will not allow the entry of BJP and the NDA into the Kerala Assembly. Both the Congress said it and the CPM said it. The people of Kerala, Malayalis have decided no, that the people who will decide who will represent them in the Assembly are the people who vote, the citizens, and they have chosen to send 2 NDA, a minimum of 2 NDA MLAs to the Assembly, and we believe this will be the start of a new beginning for Kerala's development. Yes, നേമത്തും ചാത്തന്നൂരിലും താമര വിരിഞ്ഞു അല്ലേ? അതിശക്തമായ ചാത്തന്നൂരിലും. അതെ, നേമത്തും ചാത്തന്നൂരിലുമാണ്. കഴക്കൂട്ടത്ത് വിരിയുമോ എന്നതിൽ എനിക്ക് സംശയമുണ്ട്. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് കാത്തിരിക്കാം. 2 സീറ്റുകൾ BJP വിജയിക്കും, NDA വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആ 2 വിജയിച്ചിരിക്കുന്നു, 2 സീറ്റുകൾ നേടിയിരിക്കുന്നു. ഇനി അറിയാം ഈ സൂചിപ്പിക്കുന്ന പോലെ കഴക്കൂട്ടം. എന്തായാലും ഇവിടെ രഞ്ജിത്ത് സൂചിപ്പിക്കാനുള്ളത് ഈ മന്ത്രിമാരുടെ പതനത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് വിദ്യാഭ്യാസ മന്ത്രിയുടെ തോൽവി കൂടിയാണ് നേമത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ വിജയത്തിലൂടെ. നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചു എന്നതായിരുന്നു ശിവൻകുട്ടിയുടെ. ആ അക്കൗണ്ട് ഞങ്ങൾ വീണ്ടും എന്ന് BJPക്ക് പറയാം. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ കുട്ടികൾക്ക് വലിയ നഷ്ടമാണ്. കാരണം ശിവൻകുട്ടി അപ്പൂപ്പനെ ആ രീതി വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് കുട്ടികൾ, ഒരുപക്ഷെ നേമത്തെ കുട്ടികൾ അപ്പൂപ്പനെ ഇഷ്ടപ്പെട്ട് കാണും, പക്ഷെ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അപ്പൂപ്പനോട് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല എന്നതാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഈ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിലുള്ള അനുഭവങ്ങളുണ്ട്. കുട്ടികളുമായൊക്കെ ഒരുപാട് സംവദിക്കുന്ന ആളാണ്. ഇനി സമയമുണ്ട്, ഇനിയിപ്പോ സമയമുണ്ട്. അങ്ങനെ കുറെ പരിപാടികളൊക്കെ തുടങ്ങാം. സമയമുണ്ട്. അത് മാത്രമല്ല, ഈ പിന്നെ എത്ര മന്ത്രിമാർ ഇപ്പം പിണറായി വിജയൻ അല്ലാതെ വേറെ ആരും ജയിച്ചിട്ടുണ്ടോ? പിണറായി വിജയൻ അല്ലാതെ മുഹമ്മദ് റിയാസ് ജയിക്കുന്ന ലക്ഷണമുണ്ട്. അവിടെ ബാലഗോപാൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. മറ്റേ CPIയുടെ മന്ത്രിമാരുണ്ട്, അതായത് TR അനിലുണ്ട്, പ്രസാദ് ഉണ്ട്, ഒല്ലൂരിൽ രാജനുണ്ട്. അതായത് CPMന്റെ മന്ത്രിമാർക്കാണ് ഇപ്പോൾ വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യമന്ത്രി നേരത്തെ പരാജയപ്പെട്ടു കഴിഞ്ഞു. ഈ സൂചിപ്പിക്കുന്ന പോലെ ഇപ്പോൾ ഇതാ വിദ്യാഭ്യാസ മന്ത്രി തോൽക്കുന്നു. OR കേളു പരാജയപ്പെട്ട സാഹചര്യം ആണ് ഉള്ളത്. അങ്ങനെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മന്ത്രിമാർ എല്ലാവരും തന്നെ MP രാജേഷ് പരാജയപ്പെടുകയാണ്. P രാജീവിന്റെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചോ? എങ്കിലും പരാജയപ്പെടും, കളമശ്ശേരിയിൽ പരാജയപ്പെടുമെന്ന തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 34ലേക്ക് ഒതുങ്ങിയെന്ന് LDF 34 സീറ്റിലേക്ക്. ഇവിടെ കൗതുകകരമാകുന്ന ഒന്ന്, 2ാം പിണറായി വിജയൻ സർക്കാരിൽ ഇത്രയധികം മന്ത്രിമാർ മത്സരിച്ചു. ആദ്യ മന്ത്രിസഭയിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.